ഹായ് ഫ്രണ്ട്സ്, വണതി ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പുതിയതായിട്ട് വന്ന കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടാട്ടോ. കുറച്ച് വെറൈറ്റീസാണുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓരോ പ്ലാന്റ്സിൻ്റെ റേറ്റും അതുപോലെ തന്നെ സൈസ് കാട്ടിത്തരാം. ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇതെല്ലാം നമ്മൾ എല്ലാ പ്ലാന്റ്സും കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാറ്റലോഗ് നോക്കിയിട്ട് പ്ലാന്റ്സിന് ഓർഡർ ചെയ്യാവുന്നതാണ്. DTDC സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ വഴിയാണ് പ്ലാന്റ്സ് കൊറിയർ അയച്ചു കൊടുക്കുന്നത്. ബൾക്കാണെങ്കിൽ KSRTC റെയിൽവേ പാഴ്സൽ സർവീസ് അവൈലബിൾ ആണ്. ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മണ്ണുത്തിയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണമെന്ന് കോൺടാക്ട് ചെയ്തിട്ട് വരണം. കാരണം നമ്മളൊരു ഉച്ച ടൈമിൽ നമ്മളിവിടെ ക്ലോസ്ഡ് ആയിരിക്കും. രാത്രി 8:30 വരെ നമ്മുടെ നഴ്സറി വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഡയറക്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ ലൊക്കേഷനും കാര്യങ്ങളും അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണ് പ്ലാന്റ്സ് ഉള്ളത്. ഫസ്റ്റത്തെ വെറൈറ്റി പിങ്ക് ക്യാബേജാണ്. പിങ്ക് ക്യാബേജ് പല സൈസിലാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഒരു മീഡിയം സൈസുള്ള പ്ലാന്റ് ആണ്, പക്ഷേ ഇതിൽ നല്ലപോലെ പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് വലിയ പ്ലാന്റ് ഞാൻ കാട്ടിത്തരും. കണ്ട, ഇത് അത്യാവശ്യം കുറച്ച് വലിയ പ്ലാന്റാണ്, പക്ഷേ കമ്പാരിറ്റീവ്ലി ഷെയ്ഡ് കുറച്ച് കുറവാണ്. ഈ ഒരു ലീഫ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇങ്ങനെയാണ് നമുക്ക് ഈ പ്രാവശ്യം വന്നിട്ടുള്ള പ്ലാന്റ്. എല്ലാം ഒരേ സൈസുള്ള പ്ലാന്റ് അല്ല കേട്ടോ. ഇത് കണ്ട, അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള പ്ലാന്റാണ്, നല്ല ഷെയ്ഡ് കയറിയിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ എല്ലാം ഒരേ സൈസല്ല. ഇതിൽ സെപ്പറേറ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ അയക്കണ പ്ലാന്റിൻ്റെ ഫോട്ടോ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഏത് പ്ലാന്റാണ് ഫസ്റ്റ് നമുക്ക് സെയിലാവാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതേ പ്ലാന്റ് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കരുത്. എല്ലാവരും ഒരു പ്ലാന്റ് കണ്ട് നമുക്ക് അതാണ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചത്. അപ്പോൾ അതിന് ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പലതും പല ടൈപ്പാണ് വരുന്നത്. ചിലത് തീരെ ഹൈറ്റ് കുറവാണ്, പക്ഷേ നല്ല ഷെയ്ഡ് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലപോലെ ഷെയ്ഡ് വന്നിട്ടുള്ള പ്ലാന്റാണ്. അയക്കുന്ന പ്ലാന്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ സെപ്പറേറ്റ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ വെറൈറ്റി പിങ്ക് ക്യാബേജ്. റേറ്റ് വരുന്നത് 400 ആണ്. വിത്ത് പോട്ട് അടക്കം നമ്മൾ അയക്കുന്നതായിരിക്കും. സിംഗിൾ പ്ലാന്റ്സ് ആണെങ്കിൽ 2-3 പ്ലാന്റ് വേണമെങ്കിൽ അതനുസരിച്ച് കൊറിയർ ചാർജ് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയതുകൊണ്ട് നമ്മൾ വിത്ത് പോട്ട് അടക്കം അയക്കുന്നത്. പിങ്ക് ക്യാബേജ്. സെക്കൻഡ് വെറൈറ്റി മെറൂണാണ്. നമ്മുടെ റെഡിൽ തന്നെ മെറൂൺ ടൈപ്പാണ് കേട്ടോ. കുറച്ചുകൂടി നല്ല ഡാർക്ക് കളറാണ് ഇതിന് വരുന്നത്. കണ്ട, മെറൂൺ ടൈപ്പ്. ഇതിന് റേറ്റ് വരുന്നത് 350 ആണ്, 350 രൂപ. അത്യാവശ്യം ഫുള്ള് കണ്ട ഗ്രീൻ ഷെയ്ഡ് വളരെ കുറവാണ് കേട്ടോ. ഫുള്ള് റെഡ് ഷെയ്ഡ് കയറിയിട്ടുള്ള പ്ലാന്റാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗോൾഡൻ സ്പൂണിൻ്റെ പ്ലാന്റാണ്. നമ്മുടെ റയൻ ഗോൾഡൊക്കെ ഇല്ലേ, അതേപോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ നമ്മുടെ ഒത്തിരി പ്ലാന്റ്സ് അവൈലബിൾ ആണ്, പക്ഷേ ഷെയ്ഡ് ചിലതിൽ കമ്പാരിറ്റീവ്ലി വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിൽ കുറച്ചും കൂടി ഒരു കിളിപ്പച്ച ഷെയ്ഡാണ് കൂടുതൽ. ഇതിനേക്കാളും വലിയ പ്ലാന്റാണ് ഇത് കണ്ട, പക്ഷേ ഇതിൽ ഗ്രീൻ മറ്റേ ഡാർക്ക് ഗ്രീനാണ് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ബിഗ് സൈസിന് വരുന്നത് 300 ആണ് കേട്ടോ. പിന്നെ ഈ ഒരു സൈസൊക്കെ വരുന്നത് 275 ആണ്. അത് രണ്ട് പോട്ടിലായതുകൊണ്ടാണ് കേട്ടോ റേറ്റ് വ്യത്യാസം വരുന്നത്. 275. ഐഡി വന്നിട്ട് ഗോൾഡൻ സ്പൂൺ. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് സെക്സീലിയയുടെ പ്ലാന്റാണ്. സെക്സീലിയ നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. നമുക്ക് ഈ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നാളായിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കണ്ട, നല്ല സൈസുള്ള പ്ലാന്റാണ് സെക്സീലിയ. റേറ്റ് വരുന്നത് 375, 375 രൂപ. ഇത് നമ്മൾ വിത്ത് പോട്ടോടെ കഴിക്കുന്നതായിരിക്കും കേട്ടോ. നല്ല സൈസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഒത്തിരി ലീഫൊക്കെ ആയിട്ടുള്ള നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ് സെക്സീലിയ. ഇപ്പോൾ അതിന് തന്നെ വേറെ പ്ലാന്റാണ്. ഇതിൽ കമ്പാരിറ്റീവ്ലി കണ്ട ഫുള്ള് പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. സെക്സീലിയ 375 രൂപ, 375.
അപ്പോൾ ഈ ഒരു 4 വെറൈറ്റിയാണ് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ജസ്റ്റ് കാട്ടി തരാം. ഇത് നമ്മുടെ സ്റ്റാർ ഡസ്റ്റാണ്. നമുക്ക് ഒത്തിരി എൻക്വയറി വന്നിരുന്ന പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ പോട്ടാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത്. 450 റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ലെമണിൻ്റെ പ്ലാന്റാണ്. ഇത് 320 രൂപയുടെ പ്ലാന്റാണ്. പിന്നെ നമ്മുടെ കയ്യിൽ എംബർ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇത് നമുക്ക് പൂനെയിൽ നിന്ന് വന്നിട്ടുള്ള പുതിയ പ്ലാന്റാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. 500 റേറ്റ് വരുന്നത് എംബർ. പിന്നെ തായ് കൺസൾട്ടേഷൻ്റെ പ്ലാന്റ് ഇത് നമ്മൾ രണ്ടാമത് നമുക്ക് കുറച്ചുകൂടി പ്ലാന്റ് വന്നിട്ടുണ്ട്. കണ്ട അത്യാവശ്യം നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. പലതും പല പ്ലാന്റ് സൈസാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്ലാന്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ 250 തൊട്ട് ഇതിൻ്റെ പ്ലാന്റ് അവൈലബിൾ ആണ്. പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഇതുപോലെ കണ്ട കട്ടിങ് വരുന്നതനുസരിച്ച് നല്ല റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. 250 ആണ് കേട്ടോ നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. ഇതാണ് 250യുടെ പ്ലാന്റ്. അത്യാവശ്യം ഷെയ്ഡൊക്കെ കയറിയിട്ടുള്ള പ്ലാന്റാണ്. കട്ടിങ് ആയിട്ടില്ല, തീരെ ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ. ഒരു മീഡിയം സൈസ് വരുന്ന പ്ലാന്റാണ്. ഇപ്പോൾ ഇതാണ് 250യുടെ പ്ലാന്റ് വരുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് 700 വരുന്നുണ്ട്, 900 റേറ്റ് വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വെറൈറ്റി വൈറ്റ് ലക്കാച്ചിയാണ്. വൈറ്റ് ലക്കാച്ചി 550 റേറ്റ് വരുന്നത് കേട്ടോ. 550 ഷൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ്. തീരെ ചെറിയ പ്ലാന്റ് അല്ല. ഇത് കുറച്ച് സ്ലോ ഗ്രോത്താണ് ഈ വെറൈറ്റി. സാധാരണ പോലെ അത്രയും അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഗ്രോത്ത് വരില്ല. ഇതിപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വൈറ്റ് ലക്കാച്ചി സെപ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽ അറിയാനായിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.